ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻറ്റ് മിക്സോ ബ്രെഡോ ഒന്നും ഇല്ലാണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെർഫെക്റ്റായിട്ട് ക്രാക്കൊന്നും ഇല്ലാണ്ട് പൊടിഞ്ഞു പോകാത്ത ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ മറക്കാണ്ട് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു അരിപ്പ എടുക്കുക. അതിലോട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് എടുക്കാം. അപ്പോൾ ഗ്ലാസ് അളവ് പറയുമ്പോൾ ഈസി ആയിരിക്കും. അതിലോട്ട് അര ഗ്ലാസ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് അരിച്ചെടുക്കാം. ഇതാണ് ആദ്യത്തെ ടിപ്പ്. ഇങ്ങനെ നിങ്ങൾ അരിച്ചെടുത്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ സോഫ്റ്റായിട്ട് ഗുലാബ് ജാമുൻ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലോട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയടിക്ക് നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് 1 സ്പൂൺ 2 സ്പൂൺ എന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 3 സ്പൂൺ, പിന്നെ 2 സ്പൂൺ, 1 സ്പൂൺ, അര സ്പൂൺ എന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി അടുത്തത് നിങ്ങൾ ഗുലാബ് ജാമിലോട്ട് നമുക്ക് ഇങ്ങനെ ഗോതമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളൊരു ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇൻസ്റ്റൻറ്റ് മിക്സ് ഇല്ലാണ്ട് ഇങ്ങനെ ഗോതമ്പിൽ ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. അതിലുള്ള എയർ മാക്സിമം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാക്സിമം ഇതുപോലെ കുഴച്ചെടുക്കണം പറയണത്. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ്. ഇനി അങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം ഇത് കറക്റ്റ് പരുവായോ എന്ന്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കുക. ഉരുട്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രാക്കോ അല്ല ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കും. അങ്ങനെ പെർഫെക്റ്റായി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുഴച്ചത് പോരാന്നാണ് അർത്ഥം. അപ്പോൾ അതിലോട്ട് കുറച്ചുകൂടി നെയ്യ് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് കുഴച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ 3 ഗ്ലാസ് വെള്ളത്തിൽ 3 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. നമുക്ക് എത്ര പഞ്ചസാര എടുക്കുന്നുണ്ടോ അതേ അളവിൽ വെള്ളവും കൂടി എടുത്തിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിൽ 1 സ്ട്രിങ് 2 സ്ട്രിങ് അങ്ങനെ കൺസിസ്റ്റൻസി ഒന്നുമില്ല. ഒരുവിധം പഞ്ചസാര അലിയുന്ന വരെ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ റോസ് വാട്ടറോ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. 4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ ഒരു തവയുടെ ബാക്ക് സൈഡ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് പശ പോലെ ഒട്ടുന്ന സമയത്ത് നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഉരുണ്ടകളാക്കി എടുക്കാം. അപ്പോൾ ഉരുണ്ടകളാക്കുന്ന രീതിയാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഒന്ന് പ്രഷർ കൊടുത്ത് ഉരുട്ടിയെടുക്കുക. സ്ലൈറ്റ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അതിലുള്ള എയർ എല്ലാം പുറത്തേക്ക് പോകും. ഇതാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ, ക്രാക്കൊന്നും ഇല്ലാത്ത ഗുലാബ് ജാമുൻ കിട്ടാനുള്ള മെയിൻ ടിപ്പ്. അത് ഉരുട്ടേണ്ട വിധമാണ്. അതായത് നമുക്ക് ഏത് സൈസിലുള്ള ഗുലാബ് ജാമുനാണ് വേണ്ടത് അതിൻ്റെ പാതി സൈസിൽ മാവ് എടുക്കാം. അത് നല്ല സ്ലൈറ്റ് പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അമർത്തിക്കൊണ്ട് നിങ്ങൾ അതിനെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, തുടക്കത്തിൽ ഇത്തിരി പ്രഷർ കൊടുക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ചെറിയ ബോൾസ് എടുക്കാം, കാരണം നമ്മൾ പഞ്ചസാര ലൈനിൽ ഇടുന്ന സമയത്ത് അത് വീർത്ത് വരുന്നതായിരിക്കും. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എവിടെയും തന്നെ ക്രാക്കില്ലാണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എവിടെയെങ്കിലും ചെറിയ ക്രാക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത പ്രഷർ പോരാ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കൽ കൂടി ഉരുട്ടിയെടുക്കാം. പിന്നെ എവിടെയെങ്കിലും ചെറിയ ക്രാക്ക് വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ വിരലുപയോഗിച്ച് പ്രസ് ചെയ്ത് അത് ശരിയാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ ഇത്ര ബോൾസ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ ബോൾസ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് അടുത്ത ടിപ്പ്, നമ്മൾ ഏത് എണ്ണ എടുക്കുകയാണെങ്കിലും അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 70% ചൂടായത് തന്നെ നിങ്ങൾ ഗുലാബ് ജാമുൻ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഈ ഒരു ഹീറ്റിലാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തൊരു മെയിൻ ടിപ്പാണ്, നിങ്ങൾ എല്ലാ സൈഡും ഒരേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ എല്ലാ വശവും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ നിറവും ഒരേ ഈക്വലായിട്ട് ഫ്രൈ ആവുകയുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 1-2 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആകും. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഷുഗർ സിറപ്പിലിടാണ്ട് ഒരു 1 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പിലിടുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ സിറപ്പ് ഹീറ്റായിട്ടിരിക്കണം നമ്മൾ ഇടുന്ന സമയത്ത്. അങ്ങനെ ഒരു 2 മണിക്കൂർ നേരമെങ്കിലും സിറപ്പിലിട്ട് വെച്ചതിന് ശേഷമുള്ള ഗുലാബ് ജാമുൻ ബോൾസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുക. ഈ ഗുലാബ് ജാമുൻ ഉരുട്ടുന്ന വിധം നിങ്ങൾ ശ്രദ്ധിക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വിധം എല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് ഇതേ മെഷർമെൻറ്റ്സിൽ നിങ്ങൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കും, ഉറപ്പായിട്ട് സക്സസ്ഫുള്ളായി വരും. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.